സുഹൃത്തുക്കളെ, ഞാൻ ഓർക്കുകയായിരുന്നു 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോലി ചെയ്ത ആ കാലഘട്ടത്തെക്കുറിച്ച്. ആ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ സമര പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിയമ പോരാട്ടമായിരുന്നല്ലോ. എത്രയോ കേസുകൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കേസുകളിലൊക്കെ അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പ് ആളുകളിൽ ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണ്. ഓൺലൈൻ ലോട്ടറി വിഷയം വരുന്നു. ആ ഓൺലൈൻ ലോട്ടറി വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തണം എന്ന് VS തീരുമാനിച്ചു കഴിയുമ്പോഴത്തേക്ക് അന്ന് സുരേഷ് കുമാർ, അന്ന് അജിത് പ്രകാശ്, അന്ന് അനിൽകുമാർ എന്നൊക്കെ പറയുന്ന അതിൽ അജിത് പ്രകാശും അനിൽകുമാറും അഭിഭാഷകരായിരുന്നു. സുരേഷ് കുമാർ സീനിയർ IAS ഉദ്യോഗസ്ഥനായിരുന്നു, നമ്മുടെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്നു. അവരാണ് ഇപ്പോൾ ഓൺലൈൻ ലോട്ടറി വിഷയമാണെങ്കിൽ അതിൽ സത്യവാങ്മൂലം തയ്യാറാക്കൽ അവരുടെ ഉത്തരവാദിത്വമാണ്. അത്യാവശ്യം കോർഡിനേഷനൊക്കെ ഞാനും ചെയ്യുമായിരുന്നു. അത്യാവശ്യം മാത്രമേ ഉള്ളൂ, പ്രധാനമായിട്ടും അവർ തന്നെയായിരുന്നു. അവരാഴ്ചകളോളം ഇരുന്ന് ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലാവട്ടെ സുപ്രീം കോടതിയിലാവട്ടെ പോകേണ്ടതിനുള്ള സത്യവാങ്മൂലം അവർ വിശദമായി തയ്യാറാക്കി എല്ലാം കഴിഞ്ഞിട്ട് വക്കീൽ ആരായിരിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ആ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീലിനായിരിക്കും അഭിഭാഷകനായിരിക്കും അവർ തീരുമാനിക്കുക. എന്നിട്ട് VSൻ്റെ അടുത്ത് ചെല്ലും, ഏതാണ് അഭിഭാഷകൻ എന്ന് ചോദിക്കുക. അപ്പോൾ ഇന്ന അഭിഭാഷകനാണെന്ന് പറയും, ആയിക്കോട്ടെ എന്ന് പറയും. എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴോ ചെന്ന് രാംജത്ത് മലാനി എന്നുള്ള നിലയിലുള്ള ചർച്ച വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാബേ ഇത് പൈസ അതൊക്കെ എങ്ങനെയെങ്കിലും നാട്ടുകാരെ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഷാജാനെ, അത് രാംജത്ത് മലാനി ആവണമെങ്കിൽ ആവട്ടെ എന്ന് പറയുക. അതുപോലെ രാജേന്ദ്ര സച്ചാറിന് ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരാണ് VSന് വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഹാജരായിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് VS ഓൺലൈൻ ലോട്ടറി കേസ്, ഐസ്ക്രീം പാർലർ കേസ്, ഈ കേസുകളെല്ലാം VS അങ്ങനെയാണ്. ഇപ്പം ഇടമലയാർ കേസ് ഒക്കെ തന്നെ ആ നിലയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവ വികാസം ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിലെ പ്രമുഖ നടി അതിജീവിതയ്ക്ക് ഇപ്പം ഒരു പീഡന കേസുണ്ടായാൽ അതിൽ വാദി എന്ന് പറഞ്ഞത് സർക്കാരാണ്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അതിജീവിതയ്ക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, പ്രോസിക്യൂഷന് വിശ്വസിക്കാം. 2, അതിജീവിതയ്ക്ക് ഒരു പ്രോസിക്യൂട്ടറെ വേണം നിയമിക്കാം. അത് പീഡന കേസിൽ മാത്രമല്ല, കുറെ കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. അവർക്കൊരു ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാം. ഉദാഹരണത്തിന് TP കേസ് വന്നു. അപ്പോൾ KK രമയ പറഞ്ഞു, എനിക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന് പറഞ്ഞു. സർക്കാരിനോട് പറഞ്ഞു. സർക്കാർ കുമാരൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിഭാഷകൻ, അയാൾ അത്ര പ്രശസ്തനൊന്നും അല്ലായിരുന്നെങ്കിൽ കേസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ആദ്യാവസാനം അയാൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ കുമാരൻകുട്ടിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. കുമാരൻകുട്ടി ആ കേസിൽ നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള സേവനം എന്തായിരുന്നു എന്നുള്ളത് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അന്ന് ക്രിമിനൽ വക്കീലായിട്ടുള്ള CK ശ്രീധരനാണ് വാദിച്ചതെങ്കിൽ പോലും അതിൻ്റെ പുറയിൽ നിന്നുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കുമാരൻകുട്ടിയായിരുന്നു. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടല്ലോ, നമുക്കറിയാം. അപ്പോൾ ശ്രീപീഡന കേസുകളിലും അങ്ങനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാം. സ്വാഭാവികമായി ഇതൊരു വലിയ പ്രമാദമായൊരു കേസായിരുന്നല്ലോ. ഒന്ന്, കൊട്ടേഷൻ ബലാത്സംഗം, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു കേസ്. മറുഭാഗത്ത് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള ദിലീപ്, ബലാത്സംഗം ചെയ്യപ്പെട്ട നടിയും പ്രമുഖയായിട്ടുള്ള ഒരു നടി. അപ്പോൾ ആ തരത്തിൽ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നല്ലോ ഈ കേസ്. സുഹൃത്തുക്കളെ, ആ കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായി TB മിനി എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി അഭിഭാഷക എങ്ങനെ വന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും വളരെ ദുരൂഹമായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഞാനതൊക്കെ പറയുമ്പോൾ TB മിനി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഞാൻ എറണാകുളത്തൊക്കെ പലപ്പോഴും കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചെല്ലുമ്പോൾ ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഞാൻ TB മിനിയെ കാണാറുമുണ്ട്. TB മിനി എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകയുമാണ്, ഇതൊക്കെയാണ്. പക്ഷെ TB മിനി ആയിരുന്നുവോ ഈ അതിജീവിതയുടെ അഭിഭാഷകയാവേണ്ടിയിരുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ള മറുപടിയെ ഞാൻ പറയുകയുള്ളൂ. ഒരിക്കലും TB മിനി ആകാൻ പാടില്ലായിരുന്നു. കാരണം TB മിനിയെ സംബന്ധിച്ചിടത്തോളം TB മിനിക്ക് അതിനുള്ള എക്സ്പോഷർ ഇല്ല.
ടി.ബി. മിനി കേരള ഹൈക്കോടതിയിൽ ചെറിയ ചില കേസുകളൊക്കെ എടുത്ത് വാദിച്ച് ജീവിക്കുന്ന ഒരു അഭിഭാഷകയാണ്. അവർ ഈ പറഞ്ഞ പോലെ പ്രശസ്തമായിട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ എടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ അവർ ഒരു സാധാരണ ഒരു ഇടത്തരം ഒരു ആവറേജ് അഭിഭാഷക എന്നുള്ള ഒരു നിലയിൽ മാത്രമേ ടി.ബി. മിനിയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇനി ഇത്രയും പ്രമാദമായിട്ടുള്ളൊരു കേസിൽ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി ആയിരുന്നോ ആവേണ്ടിയിരുന്നത്? ഇപ്പം ഇന്നലെ ലിബർട്ടി ബഷീർ എവിടെയോ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത് കേട്ടു എന്ന് ഞാനിപ്പോൾ ഷാദിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ടിരുന്ന ബി സന്ധ്യയെ കണ്ടിട്ട് ഇവരെ മാറ്റണം, ശക്തമായിട്ട് വാദിക്കാൻ കഴിയുന്ന സീനിയറായിട്ടൊരു അഭിഭാഷകനെ വെക്കണം, അതിൻ്റെ സാമ്പത്തിക സഹായം പോലും താൻ ചെയ്തുകൊള്ളാം എന്ന് ലിബർട്ടി ബഷീർ ബി സന്ധ്യയോട് പറഞ്ഞിട്ട് ബി സന്ധ്യ അതിനോട് യോജിച്ചില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ടി.ബി. മിനിയെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, ഇത് ടി.ബി. മിനിയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കേസായിരുന്നില്ല ഈ കേസ്. കാരണം ഇപ്പോൾ ദിലീപിന് വേണ്ടി സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ മുകുൾ റോത്തഗിയുടെ മകളുമാണ് ഹാജരാകുന്നത്. ദിലീപ് കഴിഞ്ഞ ദിവസം അവർക്ക് നന്ദി പറയുന്നത് കേട്ടു. ലക്ഷങ്ങൾ ഓരോ അപ്പിയറൻസിനും വാങ്ങുന്നവരാണ് ഈ അച്ഛനും മകളും. അവരാണ് ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് രാമൻപിള്ള എന്ന് പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള രാമൻപിള്ളയാണ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. അപ്പോൾ അവിടെ റോത്തഗിയും മകളും ഇവിടെ രാമൻപിള്ളയൊക്കെ ഹാജരാകുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒരു അഭിഭാഷകയായിരുന്നില്ലേ അതിജീവിത വെക്കേണ്ടിയിരുന്നത്? ആ അതിജീവിത എന്തുകൊണ്ട് ഈ ഒരു ആവറേജ് അഭിഭാഷക മാത്രമായിട്ടുള്ള ഈ ടി.ബി. മിനിയെ വെച്ചു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സോളാർ കേസ് വന്നപ്പോൾ സോളാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടി സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിലുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ ആ പരാമർശങ്ങൾ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി ഉമ്മൻചാണ്ടി. ഒരുപാട് നിർബന്ധിച്ചാണ് ഉമ്മൻചാണ്ടി പോയത്. ഉമ്മൻചാണ്ടി പോയപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വാദിച്ചത് ആരാ സുഹൃത്തുക്കൾ? നമ്മൾ ഓർക്കുന്നില്ലേ? അന്ന് കപിൽ സിബലാണ് വന്ന് വാദിച്ചത്. അങ്ങനെ കപിൽ സിബൽ വാദിച്ചതിനെ തുറന്നിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള തെറ്റായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പരാമർശങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടത്. അടുത്ത് ചവിട്ടൂട്ടെ കളഞ്ഞു കോടതി. അപ്പോൾ സ്വാഭാവികമായും ദിലീപിന് വേണ്ടി മുകുൾ റോത്തഗിയും ബി രാമൻപിള്ളയും ഒക്കെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വാദിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒരു അഭിഭാഷക വേണ്ടായിരുന്നു അതിജീവിത ഏർപ്പാടാക്കാൻ. ഉദാഹരണത്തിന് രാമൻപിള്ള വാദിക്കുമ്പോൾ രാമൻപിള്ളയ്ക്ക് പകരം ഈ പറഞ്ഞ പോലെ പ്രശാന്ത് ഭൂഷണോ അല്ലെങ്കിൽ ദുഷ്യന്ത് ദവയോ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ലുത്രയോ അങ്ങനെ എത്ര അഭിഭാഷകർ അവരിൽ ആരെങ്കിലും ആയിരുന്നില്ലേ സത്യം പറഞ്ഞാൽ ഈ അതിജീവിത തൻ്റെ അഭിഭാഷകയായി ഏർപ്പാടാക്കേണ്ടി? ഇനി വനിതകൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള വനിതാ അഭിഭാഷകല്ലേ ഇന്ദിര ജയ്സിംഗ്. എത്രയോ സ്ത്രീപീഡന കേസുകളിൽ ഹാജരായിട്ടുള്ളവരാണ് അവരെ കൊണ്ടുവന്നുകൂടായിരുന്നു? അപ്പം അവരെ ഒന്നും കൊണ്ടുവരാതെ ഈ ടി.ബി. മിനി എന്ന് പറഞ്ഞ തീർത്തും അപ്രസക്തയായ വളരെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമുള്ള ഇവരെ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഈ അതിജീവിത എങ്ങനെ ഏർപ്പാടാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷക്കാലമായി അല്ലെങ്കിൽ 8 വർഷക്കാലമായി ഈ ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചാനലുകളിലെല്ലാം വന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടി.ബി. മിനിയാണ്. അപ്പോൾ അവർക്കിതുകൊണ്ട് കിട്ടിയൊരു പബ്ലിസിറ്റി എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ 2-3 അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഒന്ന്, ഈ ദിലീപ് നേരിട്ട് ബലാത്സംഗം ചെയ്തിരുന്ന കുഴപ്പമില്ലായിരുന്നു, ദിലീപ് കൊട്ടേഷൻ ബലാത്സംഗം നടത്തിയതാണ് കുഴപ്പമെന്നവർ തട്ടിമുളിക്കുന്നുണ്ട്. എത്ര അസംബന്ധമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അവരെവിടെയോ തട്ടിമുളിക്കുന്നത് ഞാൻ കേട്ടതാണ്. രണ്ടാമത് ഒരു കാര്യം കേട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയോ എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പം അത് ദിലീപിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയില്ലേ, ദിലീപിൻ്റെ മുഖഭാവം കണ്ടാൽ അറിയില്ലേ അയാളുടെ മുന്നിൽ അയാൾക്ക് കുറ്റബോധമുണ്ട് എന്നാണ് ഈ വനിതാ അഭിഭാഷക തട്ടിമുളിക്കുന്നത്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തൊട്ടപ്പുറത്ത് രാമൻപിള്ള നിൽക്കുകയാണ്, സുപ്രീം കോടതി മുകുൾ റോത്തഗി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ വനിത ഇവിടെ ഈ അഭിപ്രായം അവർ പറയുന്നത്. അപ്പം ഇത്രയും എക്സ്പോഷറാണ് അവർക്കുള്ളത്. അതേസമയം ഈ പ്രമാദമായിട്ടുള്ള കേസിൻ്റെ പബ്ലിസിറ്റി കഴിഞ്ഞ 8 വർഷക്കാലങ്ങളിൽ മുഴുവൻ അവർ കൊണ്ടുപോവുകയായിരുന്നു. അവരെങ്ങനെയാണ് ഈ അതിജീവിതയുടെ അഭിഭാഷകയായത് എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട്
എങ്ങനെയാണ് ഇവർ ഈ ഈ ഈ ഈ ഈ അതിജീവിതയുടെ അഭിഭാഷകയായത് വന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്നോടൊന്ന് അതിജീവിതയുടെ അഭിഭാഷകനാവെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്കതിനുള്ള എക്സ്പോഷർ ഇല്ല. ഞാൻ ഒരുപാട് പൊതുപ്രശ്നങ്ങളൊക്കെ എടുത്ത് പിന്നെ ചർച്ച ചെയ്യുകയും കോടതിയിലൊക്കെ പോയി വാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്രമാദമായിട്ടുള്ള കേസിൽ ഒരു കാരണവശാലും ഞാൻ അഭിഭാഷകനാവില്ല. അപ്പോൾ ഇവരുടെ ഈ അല്പജ്ഞാനം വെച്ചുകൊണ്ട് ഈ അതിജീവിതയുടെ അഭിഭാഷകയായത് ഈ കേസ് തോൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു, നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അവരെന്നിട്ട് വേറൊരു അഭിപ്രായം പറയുകയാണ്, ഇനി ദിലീപിനെ ശിക്ഷിക്കുക മറ്റോ ചെയ്ത് റിപ്പോർട്ടറോട് പറയുകയാണ്, ദിലീപ് എൻ്റെ നല്ല ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ കേട്ടോ, കാരണം ദിലീപിനെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെടുമെന്ന്. ഈ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. രാമൻപിള്ള അപ്പുറത്തുനിന്ന് വാദിക്കുമ്പോൾ ഇപ്പുറത്ത് ടി ബി വിനി നിൽക്കുകയാണ്. രാമൻപിള്ള അപ്പുറത്ത് വാദിക്കുമ്പോൾ ഇവിടെ ടി ബി വിനിയാണോ നിൽക്കേണ്ടത്? കേരളത്തിൽ പോലും പ്രമുഖരായിട്ടുള്ള എത്രയോ അഭിഭാഷകരുണ്ടായിരുന്നു. സർക്കാരിനെതിരെ ഒരുപാട് കേസുകൾ വാദിച്ച് ജയിച്ച പൂന്തോട്ടത്തിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. ക്രിമിനൽ വക്കീലന്മാർ വേറെ പലരും ഉണ്ടായിരുന്നു. അവരെ ഒന്നും ഏർപ്പാടാക്കാതെ തീർത്തും അപ്രസക്തയായിട്ടുള്ള ഈ സ്ത്രീയെ അതിജീവിതയുടെ അഭിഭാഷകയാക്കിയത് ഈ കേസ് തോറ്റു തുന്നം പാടുന്നതിന് വലിയ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത പണക്കാരിയൊന്നും അല്ലാത്ത ആളല്ല, ലക്ഷക്കണക്കിന് അവർ ഒരു കോടീശ്വരിയാണെന്ന് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് ഇത്രയും അപ്രധാനമായിട്ടുള്ള ഒരു വനിതയെ അവരുടെ അഭിഭാഷകയാക്കി എന്നുള്ള ചോദ്യം ഒരു ചോദ്യചിഹ്നമായി, വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ.